എവർക്കും നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ? ഒരു തരത്തിൽ നിങ്ങളെ ഒന്നുമല്ലാത്ത രീതിയിലാക്കിയിട്ട് വിട്ടുപോയ ആൾക്കാരുണ്ടോ? അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥയിലാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ, അപ്പോൾ അതിൻ്റെ വേദനയിൽ, അതിൻ്റെ ദേഷ്യത്തിലാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ, തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങളെ പൂർണ്ണമായിട്ടും ലെറ്റ് ഗോ ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ആരെങ്കിലുമൊക്കെ ആയിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെയും ആരെങ്കിലുമൊക്കെ ആളുകൾ വേദനിപ്പിച്ചിട്ടുണ്ടാവാം, മോശം വാക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ച ഒരാളോട് ഒരു തരത്തിലുള്ള ദേഷ്യം പാടില്ല എന്ന് പറയുന്നത് അത് പെട്ടെന്ന് അത്ര പോസിബിൾ ആണോ? അത്ര എളുപ്പമാണോ? അല്ല. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്. നമുക്കങ്ങനെ പെട്ടെന്നൊന്നും ക്ഷമിച്ചു കൊടുക്കാൻ സാധിക്കില്ല, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഗുരുതരമായിട്ടുള്ള അത്രയും ഡീപ്പർ പെയിൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ അത്രയും ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും, അത്രയും ദേഷ്യം ഉണ്ടാവും. പലരും പറയും നിങ്ങൾ ഫൊർഗീവ് ചെയ്ത് കൊടുക്കൂ, എന്നിട്ട് മുന്നോട്ട് പോകൂ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ആ വ്യക്തി എൻ്റെ ഫൊർഗീവ്നെസ് അല്ലെങ്കിൽ എൻ്റെ ക്ഷമ അർഹിക്കുന്നില്ല, എന്നിട്ട് പോലും ഞാൻ എന്തിനാണ് ക്ഷമിച്ചു കൊടുക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല എന്ന് പല സമയത്തും ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ ഓർക്കുക, ഈ ഒരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആങ്കർ ഇഷ്യൂസ് നിങ്ങൾക്ക് ഭാരമാണ് ശരിക്കും. അത് ചുമന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നല്ല ഭാരമുണ്ട്. അത് നിങ്ങളെ എല്ലായിടത്തും വലിച്ചഴിക്കും. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മന്ദഗതിയിലാക്കും. വളരെ സ്ലോ ആയിട്ടായിരിക്കും കാര്യങ്ങൾ പോകുന്നുണ്ടാവുക. നമ്മുടെ കാലിലൊരു ഒരു ചങ്ങല ഘടിപ്പിച്ചിരിക്കുന്നത് പോലെ നിങ്ങളതിൻ്റെ തടവുകാരാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും. പലപ്പോഴും ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് ഓടിപ്പോകണമെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ നടക്കുന്നുണ്ടാവില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും അതേ ഫ്രസ്ട്രേഷൻ, അതേ പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടാവും. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടില്ലേ? അതായത് നിങ്ങളത് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ട പാസ്റ്റ്, പക്ഷേ അവർ എന്താണ് ചെയ്തത് അത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഓർമ്മിച്ച് വെക്കുന്നുണ്ട്. ഈ ഓർമ്മകൾ നിങ്ങളുടെ ഉള്ളിൽ മിന്നി മറയുന്ന സമയത്താണ് വേദനയും സങ്കടവും ഒക്കെ ശരീരത്തിൽ കൂടി ഒഴുകുന്നത്. ഓക്കെ, ആ എനർജി വീണ്ടും വരുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും വീണ്ടും വേദനിക്കുന്നു, ആഴത്തിൽ വേദനിക്കുന്നു. അത് അനുഭവിക്കേണ്ട അവസ്ഥ വരുന്നു. പഴയ അതേ കാര്യം വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, നമുക്കത് ഒഴിവാക്കണം. ഓക്കെ, അപ്പോൾ എന്ത് വേണം? നമ്മളത് ക്ഷമിച്ചു കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് ക്ഷമിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനിത് പറയാൻ പോവാണ്. അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് കൂടി എനിക്ക് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ക്ഷമിക്കാം? മനസ്സിലാക്കാം, ഈ ഒരു ഫ്രസ്ട്രേഷൻ ബാധിക്കുന്നത് നിങ്ങളെ മാത്രമാണ്, അല്ലേ? അവരുടെ ലൈഫ് നന്നായിട്ട് ജീവിച്ചിട്ട് പോകുന്നുണ്ട്, അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പെയിൻ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ ചിന്തിക്കും, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത്തരത്തിലുള്ള പെയിൻ, അവർക്ക് എന്തുകൊണ്ട് ഇതിൻ്റെ വേദന കിട്ടുന്നില്ല, അല്ലെങ്കിൽ കർമ്മ ലഭിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഈ ചിന്ത തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ, വേദനയും തരുന്നത്. അപ്പോൾ ഇത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചില ടെക്നിക്സുകൾ ആവശ്യമാണ്. അപ്പോൾ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ചിന്തിച്ചിട്ട് എഴുതുക എന്നുള്ളതാണ്. ഒരു പേപ്പറും പെന്നും നിങ്ങൾക്ക് ആവശ്യമാണ്. ഈ ഒരു ഫ്രസ്ട്രേഷൻ വരുന്ന സമയത്ത് ഒരു പേപ്പറും പെന്നും എടുത്തിട്ട് നിങ്ങൾ എഴുതുക. എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഈ ദേഷ്യം, നമുക്ക് ഈ ഒരു അവരോടുള്ള വെറുപ്പ് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യ പടിയാണ്. വെറുപ്പെന്ന് പറയുമ്പോൾ നമ്മൾ സ്നേഹിക്കണം എന്നർത്ഥമില്ല കേട്ടോ. നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ വ്യക്തിയോട് ഫൊർഗീവ് ചെയ്യുന്നത് ആവശ്യമാണ്, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തൽക്കാലത്തേക്ക് അങ്ങ് ക്ഷമിച്ചു കൊടുക്കുകയാണ്. എന്തിനും നമ്മൾ ഈ ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അവർ നിങ്ങളോട് എന്താണ് ചെയ്തത്? നിങ്ങൾ എന്താണ് അവരോട് പറഞ്ഞത്? അവർ തിരിച്ചെന്താണ് പറഞ്ഞത്? അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മൈൻഡിൽ വരുന്ന സമയത്ത് ഇതങ്ങ് എഴുതുക. ഒരു 5-10 മിനിറ്റ് ഫോണിൽ ടൈമർ വെച്ചിട്ട് നമ്മളങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് എഴുതുക. നിങ്ങൾ എന്തിനാണ് അവരോട് ഇത്ര ദേഷ്യപ്പെടുന്നത്? എന്താണ് ഇവിടെ ശരിക്കും സംഭവിച്ചിരിക്കുന്നത്? അതൊന്ന് ഓർമ്മിച്ചിട്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻസിനെ അതേപോലെ അതിൽ പകർത്തിത്തരും. അപ്പോൾ നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളെ കീഴടക്കട്ടെ എന്ന് ഞാൻ പറയും. കാരണം നിങ്ങളുടെ ഇമോഷൻ അത് നിങ്ങൾ ഫീൽ ചെയ്യുക. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ ഇമോഷൻ ഫീൽ ചെയ്യൂ. എങ്ങനെയാണ് ഇമോഷൻ ഫീൽ ചെയ്യുന്നത്? അത് ആക്സെപ്റ്റ് ചെയ്യുക. ഇറ്റ്സ് ജസ്റ്റ് ഹാപ്പൻഡ്. ഓക്കെ, നമുക്കിനൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതാണ് വികാരങ്ങൾ കീഴടക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതായത് നിങ്ങളുടെ ഫീലിങ്സ് ജസ്റ്റ് നിങ്ങൾ ഫീൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അവർക്കൊരു കത്ത് എഴുതുക. ഡിയർ സംതിങ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അവരെ എങ്ങനെയാണ് വിളിക്കാൻ തോന്നുന്നത് അതുപോലൊക്കെ വിളിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻസ്, ദേഷ്യം കംപ്ലീറ്റ് ആയിട്ട് ആ പേപ്പറിൽ പകർത്തി അവർക്കൊരു കത്ത് അയക്കുന്ന രീതിയിൽ സങ്കല്പിച്ചിട്ട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഒന്നുകിൽ ഇത് കത്തിച്ച് കളയാം, അല്ലെങ്കിൽ കീറിക്കളയാം. നിങ്ങൾക്ക് പറയാനുള്ളത് പൂർണ്ണമായിട്ട് നിങ്ങൾ അവരോട് പറഞ്ഞു എന്ന് സങ്കല്പിക്കുക. അത് ചിലപ്പോൾ കണ്ണുനീരുണ്ടാവാം. ആ സമയത്ത് കണ്ണുനീര് കൊണ്ട് നിങ്ങളുടെ പേപ്പർ നനഞ്ഞേക്കാം. ഇറ്റ്സ് ഓക്കെ, നല്ലതാണ്. അതാണ് ഫീൽ യുവർ ഇമോഷൻ എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ അതിൻ്റെ അകത്ത് പകർത്തിയിട്ട് അതുകൊണ്ടേ കത്തിച്ച് കളഞ്ഞേക്കാം.
ഓക്കെ. അപ്പോൾ സംഭവിച്ചതിനെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അത് സ്വയം പറയുക. സംഭവിച്ചത് എന്തായാലും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് എന്ത് സംഭവിച്ചാലും അല്ലെങ്കിൽ എന്തായാലും എനിക്കിതൊരു പ്രശ്നമല്ല, അത് കഴിഞ്ഞിരിക്കുന്നു. പാസ്റ്റ് ഇസ് പാസ്റ്റ്. അപ്പോൾ നിങ്ങൾ എഴുതിയതെല്ലാം ഒരു ഹിസ്റ്ററി ആയിരുന്നു. പണ്ട് നടന്ന കാര്യമാണ്, നിങ്ങളുടെ പിന്നിലാണുള്ളത്. ഇത് നിങ്ങൾ ഈ പേപ്പർ കത്തിച്ച് കളഞ്ഞതിന് ശേഷം സ്വയം നിങ്ങളോട് പറയേണ്ടതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജേർണലിൽ നിങ്ങളത് എഴുതേണ്ടതാണ്. എങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിനൊരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ്. അപ്പോൾ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ദേഷ്യം തോന്നിയേക്കാം അവരോട്, പക്ഷേ നമുക്കത് മാറ്റാൻ സാധിക്കില്ല. ഇനിയിപ്പോൾ അത് അംഗീകരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചതുകൊണ്ട് നമുക്ക് വന്ന തെറ്റുകൾ ഇല്ലാതാവോ? ഇല്ല. അങ്ങനെ എങ്കിൽ നമുക്ക് നീതി കിട്ടുമോ? അങ്ങനെ ചിന്തിക്കുന്ന ഒരിക്കലും ശരിയാണോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ അവർ വേദനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം തീരുമോ? ഇല്ല. നമുക്ക് വന്ന പ്രശ്നങ്ങളെ നമ്മൾ തന്നെ റിലീസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് അംഗീകരിച്ചിട്ട് പറയുക. ആളുകളൊക്കെ അവർക്ക് ജസ്റ്റ് ഹ്യൂമൻസ് ആണല്ലേ. അപ്പോൾ തെറ്റുകൾ സ്വാഭാവികമാണ്, നമുക്കും തെറ്റുകൾ പറ്റും. സ്വയം അവനവനോട് ക്ഷമിച്ചു കൊടുക്കുക. അവർ നിങ്ങളുടെ ഫൊർഗീവ്നെസ് അർഹിക്കുന്നില്ല എങ്കിൽ കൂടി നിങ്ങൾ അവർക്ക് ക്ഷമിച്ചു കൊടുത്ത് മുന്നോട്ട് പോകേണ്ടത് ഈ ഒരു സമയത്ത് ആവശ്യമാണ്. സെക്കൻഡ് ഘട്ടം, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാരണം എഴുതണം. വൈ, നിങ്ങളുടെ വൈ എഴുതുക. അതായത് നിങ്ങൾ അവരോട് എന്തുകൊണ്ടാണ് ക്ഷമിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ അവരോടുള്ള ദേഷ്യം കാര്യങ്ങളൊക്കെ എഴുതി എന്തുകൊണ്ടാണ് ദേഷ്യം എന്ന് പറഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്തുകൊണ്ടാണ് ക്ഷമിച്ചു കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ക്ഷമിച്ചു എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും അല്ലേ. അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം, എനിക്ക് ഇന്ന ലക്ഷ്യമുണ്ട്, അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്. സോ ഞാനത് ക്ഷമിച്ചു കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കതിൽ നിൽക്കാനിപ്പോൾ സാധിക്കില്ല, അവരത്രയും നല്ലൊരു വ്യക്തിയായിട്ട് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നില്ല. സോ ഞാനത് റിലീസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എനിക്കിത് ആവശ്യമാണ്. എനിക്കൊരു പുതിയ മാരേജ് അല്ലെങ്കിൽ സംതിങ് എന്താണോ നിങ്ങളുടെ ആ ഒരു കാരണം, അത് ക്ഷമിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ കാരണം നിങ്ങളുടെ മനസ്സിനെ തന്നെ സ്വയം ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ. ഈ വാക്കുകൾ എഴുതി വയ്ക്കുക. ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു, കാരണം എന്ത് തന്നെയായാലും അതുപോലെ എഴുതുക. ഓക്കെ. അപ്പോൾ ചിലപ്പോൾ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതായിരിക്കും അതിൻ്റെ റീസൺ. അപ്പോൾ എനിക്ക് എന്നെ സ്നേഹിക്കേണ്ടത് കൊണ്ട് ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു. എന്താണോ നിങ്ങളുടെ റീസൺ അതുപോലെ സത്യസന്ധമായിട്ട് അതിനകത്ത് എഴുതി വയ്ക്കുക. ഓക്കെ. അപ്പോൾ നമ്മളിത് എഴുതുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം? നമുക്ക് ഈ ചങ്ങല മുറിച്ച് മാറ്റേണ്ടത് അത്യാവശ്യമാണല്ലേ. ഈ ചങ്ങല കാലിൽ കെട്ടിയിട്ട് നമ്മൾ എത്ര നാൾ മുന്നോട്ട് പോകും? നമുക്ക് നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. സോ നമ്മൾ ഇതിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? അത് നമ്മൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ മെയിൽ അയക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വിളിക്കാൻ നിൽക്കരുത് കേട്ടോ, അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കും. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലർ ക്ഷമ ചോദിക്കണം എന്നുണ്ടാവും കേട്ടോ, അങ്ങനെയുള്ളവരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അവരോട് ക്ഷമ ചോദിക്കണം എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമയും എഴുതാം കേട്ടോ. അപ്പോൾ അത് ലെറ്ററായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ഷമ എഴുതിയിട്ട് അതിനെ റിലീസ് ചെയ്യാം. മേ ബി നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ട് അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയി അല്ലെങ്കിൽ റിലീസ് ചെയ്തിട്ട് പോയി, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓപ്പോസിറ്റ് വശം ചിന്തിച്ചിട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അവരോട് പറയാനുള്ള കാര്യങ്ങൾ വാട്സപ്പ് ത്രൂ ടെക്സ്റ്റ് മെസ്സേജ് ത്രൂ പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞിട്ട് ഒഴിവാകുക. അതിൻ്റെ മേലെ വീണ്ടും വീണ്ടും ഒരു ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ലത് സ്വയം അവനവൻ്റെ ജേർണലിൽ കുറിച്ച് വയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല മെത്തേഡ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് ഈ അവസ്ഥയിൽ നിന്നും റിലീസ് ചെയ്യാം. ഓക്കെ. എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും വേദനിച്ചത്, എന്തുകൊണ്ടാണ് ഞാൻ ക്ഷമിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് മൂന്നാമത്തെ ഘട്ടത്തിൽ നമ്മളൊന്ന് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് റിലീസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ആ കടലാസ് ആ പേപ്പർ കത്തിച്ച് കളഞ്ഞത് വഴി നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളും കൂടി തീർന്നു എന്ന് മനസ്സിൽ സങ്കല്പിക്കാം. ഓക്കെ. ഇനി ആ വിഷം വേണ്ട, അത് വിഷമായിരുന്നു, പാസ്റ്റ് ആയിരുന്നു, അത് നമ്മൾ റിലീസ് ചെയ്ത് ഇനി പുതിയൊരവസ്ഥയിലേക്ക് മാറുകയാണെന്നുള്ളത് സ്വയം സങ്കല്പിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത് റിപ്പീറ്റഡായിട്ട് നിങ്ങൾ ചെയ്യുന്നത് വഴി പൂർണ്ണമായിട്ടും ഈ പ്രശ്നത്തിൽ നിന്ന് റിലീസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഒരു 7 days എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് വഴി നമുക്ക് അത്തരം ആൾക്കാരോട് പൂർണ്ണമായിട്ടും ക്ഷമിച്ച് നമുക്ക് നമ്മുടെ ലൈഫുമായിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾക്കൊരു പേഴ്സണൽ കൗൺസിലിംഗ് സെഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.